ചെറുകഥയുടെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഉരുത്തിരിഞ്ഞു വരും മുൻപേ കഥകൾ മനുഷ്യ മനസ്സുകളെ കീഴടക്കിയിരുന്നു. കേവലമായ ആഖ്യാനത്തിനപ്പുറത്ത് വിസ്മയകരമായ സ്ഫോടനാത്മകമായ ഉള്ളടക്കങ്ങളെ അത്രമേൽ കൈയടക്കത്തോടെ ചുരുൾ നിവർത്താൻ ചെറുകഥയെന്ന മാധ്യമത്തിന് കഴിയുന്നതുകൊണ്ടാണ് കഥകൾ അത്രമേൽ ആഴത്തിൽ മനുഷ്യ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ മികച്ച കഥകൾ കോർത്തിണക്കിയ കഥാകഥനത്തിന്റെ പരമ്പരയാണ് ചിന്താ പബ്ലിഷേഴ്സിന്റെ കഥയമമ്മ. ചിന്താ പബ്ലിഷേഴ്സിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഈ പുസ്തക പരമ്പരയിൽ ഉണ്ണി ആർ, ഹരിത സാവിത്രി, ജി ആർ ഇന്ദുഗോപൻ, ശ്രീ ബാലാ കെ മേനോൻ, ബി മുരളി എന്നിങ്ങനെയുള്ള എഴുത്തുകാരുടെ കഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നീ മിടുക്കനാണ്, ട്രൂ ബോയ് ഫ്രണ്ടുമാണ്. ഒരു വിവരം കൂടി പറയാം. സെർജി ഗഗാറിൻ കയറിയത് ഒരു മുംബൈ ഫ്ലൈറ്റിലാണ്. സ്വാഭാവികമായും ഗോവയായിരിക്കും അവന്റെ ഉന്നം. നോക്കുന്നോ, ഡീറ്റെയിൽസ് തരാം. പ്രശോൺ ഗൂഢമായി ചിരിച്ചു. ഞാൻ വിളിക്കാം. വിമാനത്താവളത്തിലിരിക്കുമ്പോൾ അവന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചിരുന്ന് തനു കരഞ്ഞു. അവന്റെ ഉടുപ്പ് നനഞ്ഞു. കുലുക്കമില്ലാതെ അവൻ അങ്ങനെ ഇരുന്നു കൊടുത്തു. വിമാനത്തിൽ കയറിയ ശേഷം പ്രശോൺ സോണിക്കുഞ്ഞിനെ വിളിച്ചു. പപ്പ, ഒരു സാഡ് ന്യൂസ്. വേണുവെങ്കിലില്ലേ, തനുവിന്റെ ഫാദർ, ഹീസ് നോ മോർ. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, സിംഗപ്പൂരിൽ വെച്ച്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, തനു ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പുറത്ത് നിന്ന് കൃത്രിമമായി സോണിക്കുഞ്ഞുങ്ങൾ, എപ്പോ, സത്യമാണോ നീ പറയുന്നത്? ജീസസ്. ഫോൺ വെച്ചിട്ട് അവൻ പറഞ്ഞു, ഡ്രാമ. എന്തിനാണോ എന്തോ മനുഷ്യരിങ്ങനെ. തനു പറഞ്ഞു, ഫ്ലൈറ്റിൽ വെച്ച് അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമുക്കൊപ്പം മൃതദേഹങ്ങളും സഞ്ചരിക്കുന്നുണ്ടാവും. കാർഗോയിൽ അവർ തണുത്തുറഞ്ഞു കിടപ്പുണ്ടാകും. മുകളിൽ നമ്മൾ സന്തോഷമായിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ തന്നെ അവരുടെ ഭാവിയിലെ മൃതദേഹവും സഞ്ചരിക്കുന്നത്. അങ്ങനെ അവൻ അവളെ കെട്ടിപ്പിടിച്ചു.